Welcome to Technical Education Series program on Embedded Systems. In the 7th session of this program, we are discussing on part 2 of Module 2 Assembly Language Programming. In this session, we cover the topics Data Transfer Instructions and Arithmetic Instructions. Data Transfer Instructions. മൈക്രോ കൺട്രോളറിൽ ഒരു നിശ്ചിത മെമ്മറി ലൊക്കേഷനിലോ രജിസ്റ്ററിലോ നിലനിൽക്കുന്ന ഡാറ്റ മൂല്യത്തെ മറ്റൊരു സ്ഥാനത്തേക്ക് പകർത്തി നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. AVR മൈക്രോ കൺട്രോളറിൽ ഈ ആവശ്യത്തിനു വേണ്ടി 34 ഇൻസ്ട്രക്ഷൻസ് ലഭ്യമാണ്. Data transfer instructions are used to copy data between different memories and register locations. In AVR, there are 34 distinct mnemonics for the use of data transfer. AVR microcontrolleril GPRSിലേക്ക് ഒരു നിശ്ചിത ഡാറ്റ നേരിട്ട് നൽകുന്നതിനും SRAM, IO സ്പേസ്, സ്റ്റാക്ക് എന്നീ ഡാറ്റ മെമ്മറി ലൊക്കേഷനിൽ നിന്നും ജനറൽ പർപ്പസ് രജിസ്റ്ററിലോട്ടും തിരിച്ചും ഡാറ്റ കോപ്പി ചെയ്യുന്നതിനും ജനറൽ പർപ്പസ് രജിസ്റ്ററുകൾക്ക് പരസ്പരം ഡാറ്റ കൈമാറ്റം ചെയ്യുന്നതിനും പ്രോഗ്രാം ഫ്ലാഷ് മെമ്മറിയിൽ നിന്നും ഡാറ്റ GPRS രജിസ്റ്ററിലോട്ട് നൽകുന്നതിനും വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷനുകൾ ഈ ഗണത്തിൽപ്പെടുന്നതാണ്. എന്നാൽ ഇവയിൽ വളരെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. Following are the most commonly using data transfer instructions. LDI കോൺസ്റ്റന്റ് വാല്യൂ GPRSലോട്ട് നൽകാനുള്ള ഇൻസ്ട്രക്ഷൻ, LDS SRAMൽ നിന്ന് GPRSലോട്ട്, STS GPRSൽ നിന്ന് SRAMലോട്ടും, ഇൻ IO സ്പേസ് മെമ്മറിയിൽ നിന്നും GPRSലോട്ടും, ഔട്ട് GPRSൽ നിന്ന് IO സ്പേസിലോട്ടും, പുഷ് GPRSൽ നിന്നും സ്റ്റാക്ക് മെമ്മറിയിലോട്ടും, പോപ്പ് സ്റ്റാക്ക് മെമ്മറിയിൽ നിന്നും GPRSലേക്കും, മൂവ് ജനറൽ പർപ്പസ് രജിസ്റ്ററുകൾ തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫറിനും, LPM എന്നത് ഫ്ലാഷ് മെമ്മറിയിൽ നിന്നും GPRS രജിസ്റ്ററിലോട്ട് ഡാറ്റ കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇവയിൽ ഓരോന്നും പ്രത്യേകമായി വിശദീകരിക്കാം. ആദ്യമായി LDN, ലോഡ് ഇമ്മീഡിയറ്റ്. ഒരു നിശ്ചിത ഡാറ്റ നേരിട്ട് ജനറൽ പർപ്പസ് രജിസ്റ്ററുകൾ R16 മുതൽ R31 വരെയുള്ള ഏതെങ്കിലും ഒരു രജിസ്റ്ററിലേക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷനാണ് LDI. LDI is a data transfer instruction used to copy 8-bit data into any of the upper general purpose registers R16 to R31. ഇതിന്റെ ഫോർമാറ്റ് LDI RD, K, load RD with immediate value K. ഇവിടെ K എന്ന 8 ബിറ്റ് സൈസിലുള്ള ഡാറ്റ വാല്യൂ RD ആയി ഉപയോഗിക്കുന്ന ജനറൽ പർപ്പസ് രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ D മസ്റ്റ് ബി ബിറ്റ്വീൻ 16 and 31. ഇവിടെ ഉപയോഗിക്കുന്ന ജനറൽ പർപ്പസ് രജിസ്റ്റർ R16 മുതൽ R31 വരെയുള്ള ഏതെങ്കിലും ഒരു രജിസ്റ്റർ ആയിരിക്കണം. എക്സാമ്പിൾസ്: LDI R18, 0x55. ഇവിടെ 0x55 എന്നുള്ള ഹെക്സ് വാല്യൂ R18 എന്ന രജിസ്റ്ററിലോട്ട് നേരിട്ട് നൽകുന്നു. ലോഡ് R18 വിത്ത് ഹെക്സ് വാല്യൂ 87. LDI R20, 50. ഇവിടെ 15 എന്ന ഡെസിമൽ വാല്യൂ R20 എന്ന രജിസ്റ്ററിലോട്ട്
നൽകുന്നു. ലോഡ് R20 വിത്ത് ഡെസിമൽ വാല്യൂ 50. LDI 28,0B00110001 ഈ ഇൻസ്ട്രക്ഷനിൽ R28 എന്ന രജിസ്റ്ററിലോട്ട് ഒരു ബൈനറി വാല്യൂ 00110000 ലോഡ് ചെയ്യുന്നു. LDI R16, ഇവിടെ R16 എന്ന രജിസ്റ്ററിലോട്ട് A എന്ന ക്യാരക്ടറിന്റെ ASCII വാല്യൂ ലോഡ് ചെയ്യുന്നു. നെക്സ്റ്റ് LDS ലോഡ് ഡയറക്റ്റ് ഫ്രം ഡാറ്റാ സ്പേസ്. AVR മൈക്രോ കൺട്രോളറിലെ SRAM ഡാറ്റ മെമ്മറി സ്പേസിലെ ഒരു ലൊക്കേഷനിൽ നിന്നും ഒരു ഡാറ്റ ബൈറ്റ് ഏതെങ്കിലും ഒരു GPRS രജിസ്റ്ററിലോട്ട് പകർത്തി നൽകുന്നതിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ ആണ് LDS. This instruction instructs CPU to copy one byte from a location in the data memory to one of the GPRS. Format LDS RD, K. Load RD with the content of location K. SRAM data memory space le K എന്ന അഡ്രസ് ലൊക്കേഷനിലുള്ള ഡാറ്റ R0 മുതൽ R31 വരെയുള്ള ഏതെങ്കിലും ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലോട്ട് പകർത്തി നൽകുന്നു. K is an address between 0 to FF. ഇവിടെ ഉപയോഗിക്കുന്ന അഡ്രസ് എന്നുള്ളത് SRAM ഡാറ്റ മെമ്മറിയിലെ 0 മുതൽ FF വരെയുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ആയിരിക്കണം. എക്സാമ്പിൾസ് LDS R16, 0x240. SRAM മെമ്മറി ലൊക്കേഷനിലെ 0x240 എന്ന അഡ്രസ്സിലുള്ള ഡാറ്റ വാല്യൂ ജനറൽ പർപ്പസ് രജിസ്റ്ററിലെ R6 എന്ന രജിസ്റ്ററിലോട്ട് കോപ്പി ചെയ്യുന്നു. ലോഡ് R6 വിത്ത് ദി കണ്ടന്റ് ഓഫ് ലൊക്കേഷൻ $240. LDS R16, 0x400. ഡാറ്റ മെമ്മറി ലൊക്കേഷൻ 0x400 എന്ന അഡ്രസ്സിലുള്ള ഡാറ്റ വാല്യൂ R16 എന്ന ജനറൽ പർപ്പസ് രജിസ്റ്ററിലോട്ട് കോപ്പി ചെയ്യുന്നു. ലോഡ് R16 വിത്ത് ദി കണ്ടന്റ്സ് ഓഫ് ലൊക്കേഷൻ $400. അടുത്തത് STS സ്റ്റോർ ഡയറക്റ്റ് ടു ഡാറ്റാ സ്പേസ്. ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിൽ നിന്നും ഡാറ്റ SRAM മെമ്മറി സ്പേസിലെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് പകർത്തി നൽകുന്നതിന് വേണ്ടിയാണ് STS ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. The STS instruction is used to copy the content of a general purpose register to an address location in the data memory space. Format STS K, R. Copy register RR to K. ഇവിടെ ജനറൽ പർപ്പസ് രജിസ്റ്ററിലെ നാം ഉപയോഗിക്കുന്ന രജിസ്റ്ററിലെ കണ്ടന്റ് SRAM ലൊക്കേഷനിലെ K എന്ന അഡ്രസ് ലൊക്കേഷനിലോട്ട് കോപ്പി ചെയ്യുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന അഡ്രസ് K എന്നത് 00 മുതൽ FF വരെയുള്ള ഏതെങ്കിലും ഒരു SRAM അഡ്രസ് ആയിരിക്കണം. എക്സാമ്പിൾസ് STS 0x140, R22. ഇവിടെ ജനറൽ പർപ്പസ് രജിസ്റ്റർ R22 വാല്യൂ SRAM അഡ്രസ് 140 എന്ന ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്യുന്നു. കോപ്പി രജിസ്റ്റർ R22 ടു ഡാറ്റ മെമ്മറി ലൊക്കേഷൻ $140. STS 0x540, R4. R4 എന്ന രജിസ്റ്ററിലുള്ള വാല്യൂ SRAM അഡ്രസ് 0x54 എന്ന ലൊക്കേഷനിലോട്ട് കോപ്പി ചെയ്യുന്നു. കോപ്പി രജിസ്റ്റർ R4 ടു ഡാറ്റ മെമ്മറി ലൊക്കേഷൻ $540. നെക്സ്റ്റ് ഇൻപുട്ട് ഫ്രം ഇൻപുട്ട് പോർട്ട്. മൈക്രോ കൺട്രോളറിലെ
IO സ്പേസ് മെമ്മറി ലൊക്കേഷനിലെ ഒരു രജിസ്റ്ററിൽ നിന്നും ഏതെങ്കിലും ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലോട്ട് ഒരു ഡാറ്റ ബൈറ്റ് കോപ്പി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനാണ് ഇൻ ഇൻസ്ട്രക്ഷൻ. The in instruction is used to load one byte from IO register to a general purpose register. ഇതിന്റെ ഫോർമാറ്റ് in RD, A. Load an IO location to GPR RD. ഇവിടെ A എന്നത് is the address of IO memory location. Examples: in R1, 0x16. ഇവിടെ 0x16 എന്ന IO മെമ്മറി അഡ്രസ് ലൊക്കേഷനിലുള്ള ഡാറ്റ വാല്യൂ R1 എന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ഇൻ R0, പിൻ C. ഇവിടെ പോർട്ട് സിയുടെ പിൻ വാല്യൂ ജനറൽ പർപ്പസ് രജിസ്റ്റർ R0 കോപ്പി ചെയ്യുന്നു. ലോഡ് R0 വിത്ത് പിൻ C. അടുത്തത് ഔട്ട് ടു IO ലൊക്കേഷൻ. ഏതെങ്കിലും ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലെ ഡാറ്റ വാല്യൂ IO സ്പേസിലെ ഒരു രജിസ്റ്ററിലോട്ട് കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷനാണ് ഔട്ട് ഇൻസ്ട്രക്ഷൻ. The out instruction is used to store a GPR to an IO register. In the format out A, R. Store register RR to IO location. A is the address of the IO memory location. Examples: out SPL, R22. ഇവിടെ സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്ററിലെ ലോവർ ബൈറ്റിലോട്ട് R22 എന്ന ജനറൽ പർപ്പസ് രജിസ്റ്ററിലെ വാല്യൂ കോപ്പി ചെയ്യുന്നു. ഔട്ട് R22 ടു SPL. ഔട്ട് പോർട്ട് B, R0. പോർട്ട് B രജിസ്റ്ററിലോട്ട് ജനറൽ പർപ്പസ് രജിസ്റ്റർ R0 വാല്യൂ കോപ്പി ചെയ്യുന്നു. ഔട്ട് R0 ടു പോർട്ട് B. നെക്സ്റ്റ് പുഷ് ഓൺ സ്റ്റാക്ക്. പ്രോസസ്സിംഗ് നടക്കുന്നതിനിടയിൽ ഒരു രജിസ്റ്റർ വാല്യൂ താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്നതിന് സ്റ്റാക്ക് മെമ്മറിയിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷനാണ് പുഷ്. പുഷ് ഇൻസ്ട്രക്ഷൻ is used to push the content of a register onto stack. Format push RS. Push register RS onto stack. Example: push R1. R1 register content stack മെമ്മറിയിലോട്ട് കോപ്പി ചെയ്യുന്നു. Store the content of R1 onto the stack and decrement SP. സ്റ്റാക്ക് പോയിന്ററിലോട്ട് ഓരോ ഡാറ്റ ബൈറ്റ് സ്റ്റോർ ചെയ്യുമ്പോഴും സ്റ്റാക്ക് പോയിന്റർ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് പോപ്പ് ഇൻ ടു രജിസ്റ്റർ. നേരത്തെ പുഷ് ഇൻസ്ട്രക്ഷൻ വഴി സ്റ്റാക്ക് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്ത ഡാറ്റ വാല്യൂ തിരിച്ച് രജിസ്റ്ററിലോട്ട് കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷനാണ് പോപ്പ്. ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ പോപ്പിംഗ് ദി content of the stack back into a given register. Format pop RD. Pop into register RD from stack. Example: pop R1. ഇവിടെ സ്റ്റാക്ക് മെമ്മറി ലൊക്കേഷനിലെ ഏറ്റവും മുകളിലത്തെ ഡാറ്റ വാല്യൂ R1 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. സ്റ്റാക്ക് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് LPM, ലോഡ് പ്രോഗ്രാം മെമ്മറി. ഫ്ലാഷ് പ്രോഗ്രാം മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ ബൈറ്റ് ഏതെങ്കിലും ഒരു ജനറൽ പർപ്പസ് രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനാണ് LPM.
LPM instruction is used to load a data byte from the flash program memory into the register. ഇവിടെ ഫ്ലാഷ് മെമ്മറി ലൊക്കേഷൻ അഡ്രസ് സൂചിപ്പിക്കുന്നത് ജനറൽ പർപ്പസ് രജിസ്റ്റർ R30, R31 എന്നിവ കൂട്ടിച്ചേർത്ത് രൂപപ്പെടുത്തിയ 16 ബിറ്റ് സൈസിലുള്ള Z രജിസ്റ്റർ പോയിന്റർ വഴിയാണ്. ഫോർമാറ്റ് LPM RD, Z load program memory. Z is the pointer register pair made of R30 and R31. ഇവിടെ RD ആയി ഏതെങ്കിലും ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ ഉപയോഗിക്കാവുന്നതാണ്. എക്സാമ്പിൾ LPM R16, Z. ഇവിടെ Z പോയിന്റർ സൂചിപ്പിക്കുന്ന അഡ്രസ് ലൊക്കേഷനിലുള്ള ഡാറ്റ ബൈറ്റിനെ R16 എന്ന രജിസ്റ്ററിലോട്ട് കോപ്പി ചെയ്യുന്നു. ലോഡ് R16 വിത്ത് കണ്ടന്റ് ഓഫ് ലൊക്കേഷൻ പോയിന്റഡ് ടു ബൈ Z. അടുത്തത് മൂവ്. മൈക്രോ കൺട്രോളറിലെ R0 മുതൽ R31 വരെയുള്ള ജനറൽ പർപ്പസ് രജിസ്റ്ററുകൾക്കിടയിൽ ഡാറ്റ കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷനാണ് മൂവ്. This instruction is used to copy data among the general purpose registers R0 to R31. Format move RD, RR. Copy RR to RD. RD and RR can be any of the general purpose registers. Example move R2, R3. ഇവിടെ R3 രജിസ്റ്ററിലുള്ള കണ്ടന്റ് R2 രജിസ്റ്ററിലോട്ട് കോപ്പി ചെയ്യുന്നു. Copy the content of register R3 into register R2. Move R16, R23. R23 രജിസ്റ്ററിലുള്ള കണ്ടന്റ് R16 രജിസ്റ്ററിലോട്ട് കോപ്പി ചെയ്യുന്നു. Copy the content of register R23 into register R16. Arithmetic instructions. AVR മൈക്രോകൺട്രോളറിൽ അൺസൈൻഡ് നമ്പേഴ്സിലും സൈൻഡ് നമ്പേഴ്സിലും അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്നീ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് നടത്തുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ലഭ്യമാണ്. AVR provides instructions for arithmetic operations such as addition, subtraction, and multiplication of unsigned and signed numbers. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ആഡ് വിത്തൗട്ട് ക്യാരി കൺസിഡർ ചെയ്യാതെ അഡീഷൻ ഓപ്പറേഷൻ നടത്തുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. ഈ ഇൻസ്ട്രക്ഷൻ രണ്ട് ജനറൽ പർപ്പസ് രജിസ്റ്റർ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്ത് അതിന്റെ റിസൾട്ട് ഇടത് ഭാഗത്ത് നൽകിയിരിക്കുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. The add instruction is used to add the values of two general purpose registers and store the result in the register appearing left. ഇതിന്റെ ഫോർമാറ്റ് add RD, RR. Add RR, that is the resource, to RD destination and store the result in RD. Example, add R18, R19. ഇവിടെ രണ്ട് രജിസ്റ്ററുകൾ R18, R19 എന്നിവയിലെ വാല്യൂസ് ആഡ് ചെയ്ത് റിസൾട്ട് R18ലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ആഡ് വാല്യൂസ് ഇൻ R18 to R19 and store the result in R18. Example 2. ഇവിടെ രണ്ട് എക്സ് വാല്യൂസ് 0xF2, 0x0a എന്നിവ ആഡ് ചെയ്യുന്നതിനുള്ള ഒരു സിഗ്മെന്റ് കോഡാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ 0xF2 എന്ന വാല്യൂ ഒരു രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യുന്നു, 0x0a എന്ന വാല്യൂ രണ്ടാമത്തെ രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇവ തമ്മിൽ ആഡ് ഓപ്പറേഷൻ നടത്തുന്നു. ഫസ്റ്റ് ലൈൻ LDI R16, 0xF2. ഇവിടെ 0xF2 എന്ന വാല്യൂ രജിസ്റ്റർ 60ലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R16 is equal to 0xF2. നെക്സ്റ്റ് ലൈൻ LDI R17, 0x0a. 0x0a എന്ന വാല്യൂ രജിസ്റ്റർ R70ലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R17 is equal to 0x0a.
അതിനുശേഷം ഇവ തമ്മിലുള്ള ആഡ് ഓപ്പറേഷൻ ആണ് അടുത്ത ലൈൻ. ആഡ് R16, R17. ദാറ്റ് ഈസ് R16 ഈസ് ഈക്വൽ ടു R16 പ്ലസ് R17. ഇവിടെ R17, R16 എന്നീ രജിസ്റ്ററിലെ വാല്യൂസ് ആഡ് ചെയ്തു. റിസൾട്ട് R16 സ്റ്റോർ ചെയ്യുന്നു. ഓൺ എക്സിക്യൂഷൻ ഓഫ് ദി അബോവ് സെഗ്മെന്റ് ദി രജിസ്റ്റർ R16 കണ്ടെയ്ൻ 0xFC. ഇവിടെ 0xFC ആയിരിക്കും ഇതിന്റെ റിസൾട്ട് ആയിട്ട് R16 രജിസ്റ്ററിൽ ലഭ്യമാകുന്നത്. അടുത്തത് ആഡ് സി, ആഡ് വിത്ത് ക്യാരി. ക്യാരി ഉൾപ്പെടുത്തിയുള്ള ആഡ് ഓപ്പറേഷൻ രീതിയാണ് ആഡ് സി ഇൻസ്ട്രക്ഷൻ വഴി നടക്കുന്നത്. മൾട്ടി ബൈറ്റ് അഡീഷൻ ആവശ്യമായി വരുമ്പോഴാണ് ഈ ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. This instruction performs the add operation with the carry. It is used for multi-byte addition. Format: add C RD, RR. Add RR to RD with C and store the result in RD. ഇവിടെ RR, RD എന്നീ രജിസ്റ്റർ വാല്യൂസിന് പുറമെ ക്യാരി കൂടി ഉൾപ്പെടുത്തിയാണ് അഡീഷൻ നടക്കുന്നത്. എക്സാമ്പിൾ: code to add 0x3CE7 and 0x3B8D. രണ്ട് 16-ബിറ്റ് ഹെക്സ് നമ്പറുകൾ ആഡ് ചെയ്യുന്നതിനുള്ള കോഡാണ് ഇവിടെ എക്സാമ്പിളായി നൽകിയിരിക്കുന്നത്. രണ്ട് 16-ബിറ്റ് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഈ നമ്പറിലെ ഹയർ ബൈറ്റും ലോവർ ബൈറ്റും പ്രത്യേകം രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുകയും ആദ്യമായി രണ്ട് നമ്പറിലെയും ലോവർ ബൈറ്റുകൾ തമ്മിൽ ആഡ് ഓപ്പറേഷൻ വഴി അഡീഷൻ നടത്തി അതിന്റെ റിസൾട്ട് ഫൈനൽ റിസൾട്ടിന്റെ ലോവർ ബൈറ്റായി പരിഗണിക്കുകയും ശേഷം ആഡ് സി ഓപ്പറേഷൻ ഉപയോഗിച്ച് രണ്ട് ഹയർ ബൈറ്റുകൾ അഡീഷൻ നടത്തുകയും അതിന്റെ റിസൾട്ട് ഫൈനൽ റിസൾട്ടിന്റെ ഹയർ ബൈറ്റായി കണക്കാക്കുന്നതുമാണ്. ഇതിനായി കോഡിലെ ആദ്യത്തെ ലൈൻ LDI R16, 0xE7 എന്ന ഇൻസ്ട്രക്ഷൻ ആദ്യത്തെ നമ്പറിലെ ലോവർ ബൈറ്റിനെ R16 എന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R16 ഈസ് ഈക്വൽ ടു 0xE7, ദി ലോവർ ബൈറ്റ് ഓഫ് ദി ഫസ്റ്റ് നമ്പർ. രണ്ടാമത്തെ ലൈൻ LDI R17, 0x3C ആദ്യത്തെ നമ്പറിലെ ഹയർ ബൈറ്റ് R17 എന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R17 ഈസ് ഈക്വൽ ടു 0x3C, ദി ഹയർ ബൈറ്റ് ഓഫ് ദി ഫസ്റ്റ് നമ്പർ. അടുത്ത ലൈൻ LDI R18, 0x8D രണ്ടാമത്തെ നമ്പറിലെ ലോവർ ബൈറ്റ് R18 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R18 ഈസ് ഈക്വൽ ടു 0x8D, ദി ലോവർ ബൈറ്റ് ഓഫ് ദി സെക്കൻഡ് നമ്പർ. നെക്സ്റ്റ് ലൈൻ LDI R19, 0x3B രണ്ടാമത്തെ നമ്പറിലെ ഹയർ ബൈറ്റ് R19 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R19 ഈസ് ഈക്വൽ ടു 0x3B, ദി ഹയർ ബൈറ്റ് ഓഫ് ദി സെക്കൻഡ് നമ്പർ. അതിനുശേഷം രണ്ട് ലോവർ ബൈറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ ആഡ് R16, R18. ഇവിടെ രണ്ട് ലോവർ ബൈറ്റ് E7 ആൻഡ് 8D തമ്മിൽ അഡീഷൻ നടക്കുന്നു. അതിന്റെ റിസൾട്ട് R16 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R16 ഈസ് ഈക്വൽ ടു 0x74 വിത്ത് ക്യാരി 1. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആഡ് C R17, R19. ഇവിടെ 0x3C, 0x3B എന്നീ ഹയർ ബൈറ്റുകൾ തമ്മിൽ അഡീഷൻ നടക്കുന്നു. അതിന്റെ കൂടെ ക്യാരി കൂടെ ഉൾപ്പെടുന്നു. റിസൾട്ട് R17 രജിസ്റ്ററിൽ 0x3C plus 0x3B plus carry 1 equal to 0x78. On execution of this segment, lower byte of the result will be at R16, that is equal to 0x74, and higher byte is at R17, that is equal to 0x78. So that the final result will be 0x7874. അടുത്തതായി സബ്ട്രാക്ട് വിത്തൗട്ട് ക്യാരി. ബോറോ അഥവാ ക്യാരി പരിഗണിക്കാതെ ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ വാല്യൂവിൽ നിന്നും മറ്റൊരു രജിസ്റ്റർ വാല്യൂ സബ്ട്രാക്ട് ചെയ്ത് റിസൾട്ട് ആദ്യത്തെ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷനാണ് സബ്.
This instruction is used to subtract the value of register RR from the value of another register RD without carry or borrow and store the result into register RD. Format: sub RD, RR. Subtract RR from the content of RD without carry. Example 1. Sub R1, R2. ഇവിടെ R1 രജിസ്റ്റർ കണ്ടന്റിൽ നിന്നും R2 രജിസ്റ്റർ കണ്ടന്റ് സബ്ട്രാക്ട് ചെയ്ത് റിസൾട്ട് R1ൽ സ്റ്റോർ ചെയ്യുന്നു. Subtract the content of R2 from the content of R1 and store the result in R1. Example 2. Code to subtract the value 0x23 from 0x3f. ഇവിടെ 0x3f എന്ന x വാല്യൂവിൽ നിന്ന് 0x23 സബ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള കോഡാണ് കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് വാല്യൂസും രണ്ട് വ്യത്യസ്ത രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്ത് ഈ രജിസ്റ്ററുകൾ തമ്മിൽ സബ്ട്രാക്ട് ഓപ്പറേഷൻ നടത്തുന്ന രീതിയിലാണ് കോഡ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ലൈൻ LDI R16, 0x3f. 0x3f എന്നുള്ള x വാല്യൂ R16 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R16 is equal to 0x3f. രണ്ടാമത്തെ ലൈൻ LDI R17, 0x23. 0x23 എന്നുള്ള x വാല്യൂ R17 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R17 is equal to 0x23. അടുത്ത ലൈൻ സബ് R16, R70. ഈ രജിസ്റ്ററുകൾ തമ്മിൽ സബ് ഓപ്പറേഷൻ നടക്കുന്നു. അവിടെ R16 രജിസ്റ്ററിൽ നിന്നും R17 രജിസ്റ്റർ സബ്ട്രാക്ട് ചെയ്ത് റിസൾട്ട് R16 രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ദാറ്റ് ഈസ് R16 is equal to R16 minus R17. So that 0x3f minus 0x23 that is equal to 1c. So that after execution of this segment, the content of the register R16 is equal to 1c. അടുത്തത് SBC, subtract with carry or borrow. Carry അഥവാ borrow ഉൾപ്പെടുത്തിയുള്ള സബ്ട്രാക്ട് ഓപ്പറേഷൻ ആണ് SBC ഇൻസ്ട്രക്ഷൻ വഴി നടക്കുന്നത്. മൾട്ടി ബൈറ്റ് ഓപ്പറേഷൻ ആവശ്യമായി വരുമ്പോഴാണ് ഈ ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. This instruction perform the subtract operation by considering borrow or carry. Format: SBC RD, RR. Subtract RR from the content of RD with carry. Example: segment to subtract 0x1296 from 0x2762. ഇവിടെ 0x2762 എന്ന നമ്പറിൽ നിന്നും 0x1296 എന്ന നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള സിഗ്മെന്റ് കോഡാണ് എക്സാമ്പിളായി കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ നമ്പറിന്റെയും ലോവർ ബൈറ്റും ഹയർ ബൈറ്റും വ്യത്യസ്ത രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്ത് ലോവർ ബൈറ്റ് ലോഡ് ചെയ്തിരിക്കുന്ന രജിസ്റ്ററുകൾ തമ്മിൽ സബ് ഓപ്പറേഷനും ഹയർ ബൈറ്റ് ലോഡ് ചെയ്തിരിക്കുന്ന രജിസ്റ്ററുകൾ തമ്മിൽ SBC ഓപ്പറേഷൻ നടക്കുന്ന രീതിയിലാണ് കോഡ് എഴുതിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ലൈൻ LDI R16, 0x62 എന്നത് മൈന്യൂട്ട് നമ്പറിലെ ലോവർ ബൈറ്റ് R16 എന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R16 is equal to 0x62. അടുത്ത ലൈൻ LDI R17, 0x96. ഇത് സബ്ട്രാക്ട് നമ്പറിലെ ലോവർ ബൈറ്റ് R17 എന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. Load the lower byte of subtrahend to R17. That is R17 is equal to 0x96. Next line LDI R18, 0x27. ഇത് മൈന്യൂട്ട് നമ്പറിലെ ഹയർ ബൈറ്റ് R18 എന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. Load the higher byte of minute to R18. That is R18 is equal to 0x27.
അടുത്ത ലൈൻ LDI R19,0x12. ഇവിടെ സബ്ട്രാൻഡ് നമ്പറിലെ ഹയർ ബൈറ്റ് R19 എന്ന രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ലോഡ് ദി ഹയർ ബൈറ്റ് ഓഫ് സബ്ട്രാൻഡ് ടു R19, that is R19 is equal to 0x12. അടുത്ത ലൈൻ സബ് R16, R7. ഇവിടെ രണ്ട് ലോവർ ബൈറ്റ് രജിസ്റ്ററുകൾ തമ്മിൽ സബ് ഓപ്പറേഷൻ നടക്കുന്നതിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. സോ ദാറ്റ് R16 is equal to R16 minus R17. ഇവിടെ ലോവർ ബൈറ്റ് 0x62 നിന്നും ലോവർ ബൈറ്റ് 96 സബ്ട്രാക്ട് ചെയ്യുന്നു. സോ ദാറ്റ് ദ റിസൾട്ട് വിൽ ബി 0xCC വിത്ത് ബോറോ C is equal to 1. നെക്സ്റ്റ് ലൈൻ ഹയർ ബൈറ്റുകൾ തമ്മിൽ SBC ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയാണ്. ദാറ്റ് ഈസ് SBC R18, R19. ഇവിടെ R18, R19 രജിസ്റ്റർ വാല്യൂസ് തമ്മിൽ SBC ഓപ്പറേഷൻ നടക്കുന്നു. സോ ദാറ്റ് R18 is equal to R18 minus R19 minus C. ഇവിടെ 0x27 നിന്നും 0x12 സബ്ട്രാക്ട് ചെയ്യുന്നു. അതിന്റെ കൂടെ -1 ക്യാരിയും സബ്ട്രാക്ട് ചെയ്യുന്നു. സോ ദി റിസൾട്ട് വിൽ ബി 0x14. So that after execution of this segment, R16 is equal to 0xCC, R18 is equal to 0x14. ഇവിടെ 0xCC എന്നുള്ളത് ലോവർ ബൈറ്റും 0x14 എന്നുള്ളത് ഹയർ ബൈറ്റും ആവുന്ന സമയത്ത് ഫൈനൽ റിസൾട്ട് വിൽ ബി 0x14CC. അടുത്തതായി സബ് ഐ, സബ്ട്രാക്ട് ഇമ്മീഡിയറ്റ്. ഒരു രജിസ്റ്റർ വാല്യൂവിൽ നിന്നും നേരിട്ട് നൽകുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ സബ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് സബ് ഐ. ദി സബ് ഐ ഇൻസ്ട്രക്ഷൻ സബ്ട്രാക്ട് ആൻ ഇമ്മീഡിയറ്റ് കോൺസ്റ്റന്റ് വാല്യൂ ഫ്രം എ രജിസ്റ്റർ. ഇതിനുള്ള ഫോർമാറ്റ് sub I RD, K. Subtract the immediate constant value K from the content of register RD. Example, sub I R16, 0x12. ഇവിടെ R16 എന്ന രജിസ്റ്റർ വാല്യൂവിൽ നിന്നും 0x12 എന്ന കോൺസ്റ്റന്റ് വാല്യൂ സബ്ട്രാക്ട് ചെയ്ത് റിസൾട്ട് R16 രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. സബ്ട്രാക്ട് ദി കോൺസ്റ്റന്റ് വാല്യൂ 0x12 ഫ്രം ദി വാല്യൂ ഓഫ് രജിസ്റ്റർ R16 ആൻഡ് സ്റ്റോർ ദി റിസൾട്ട് ഇൻ R16. നെക്സ്റ്റ് SBCI, സബ്ട്രാക്ട് ഇമ്മീഡിയറ്റ് വിത്ത് ക്യാരി. ക്യാരി അഥവാ ബോറോ ഉൾപ്പെടുത്തി ഒരു രജിസ്റ്റർ വാല്യൂവിൽ നിന്നും നേരിട്ട് നൽകുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ സബ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് SBCI. This instruction subtracts an immediate value from a register after considering borrow or carry. Format SBCI RD, K. Subtract the immediate constant value K from the content of register RD by considering the borrow. Example, segment to subtract 16-bit number 0x1296 from 0x2762. 0x2762 നമ്പറിൽ നിന്നും 0x1296 എന്ന നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം സിഗ്മെന്റ് കോഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ മൈന്യൂട്ട് നമ്പറിന്റെ ലോവർ ബൈറ്റും ഹയർ ബൈറ്റും ഓരോ രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്ത് കോൺസ്റ്റന്റ് നമ്പറിന്റെ ലോവർ ബൈറ്റും മൈന്യൂട്ട് നമ്പറിന്റെ ലോവർ ബൈറ്റും തമ്മിൽ സബ് ഐ ഓപ്പറേഷനും മൈന്യൂട്ട് നമ്പറിന്റെ ഹയർ ബൈറ്റും കോൺസ്റ്റന്റ് നമ്പറിന്റെ ഹയർ ബൈറ്റും തമ്മിൽ SBCI ഓപ്പറേഷനും നടത്തുന്ന രീതിയിലാണ് കോഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യത്തെ ലൈൻ LDI R16, 0x62 എന്നത്
minute numberന്റെ lower byte R16 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. Load the lower byte of the minute. Next line LDI R17,0x27 എന്നത് minute numberന്റെ higher byte R17 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. Load the higher byte of minute. അടുത്ത ഇൻസ്ട്രക്ഷൻ sub I R16,0x96. ഇവിടെ minute numberന്റെ lower byte ലോഡ് ചെയ്ത രജിസ്റ്റർ R60, കോൺസ്റ്റന്റ് നമ്പറിന്റെ lower byte 0x96 തമ്മിൽ sub I ഓപ്പറേഷൻ നടക്കുന്നു. So that R16 is equal to R16 minus 0x96, that is equal to 0x62 minus 0x96 equal to 0xCC with borrow 1 C1. Last instruction SBCI R17,0x12. ഇവിടെ minute നമ്പറിന്റെ ഹയർ ബൈറ്റ് സ്റ്റോർ ചെയ്ത രജിസ്റ്ററും കോൺസ്റ്റന്റ് നമ്പറിന്റെ നേരിട്ട് നൽകിയ ഹയർ ബൈറ്റും തമ്മിൽ SBCI ഓപ്പറേഷൻ നടക്കുന്നു. That is R17 is equal to 0x27 minus 0x12 minus carry അഥവാ borrow 1, that is equal to 0x14. So that after execution of this segment R16 is equal to 0xCC and R17 is equal to 0x14. ഇവിടെ 0xCC എന്നുള്ളത് ഫൈനൽ റിസൾട്ടിന്റെ ലോവർ ബൈറ്റും 0x14 എന്നുള്ളത് ഫൈനൽ റിസൾട്ടിന്റെ ഹയർ ബൈറ്റും ആയതുകൊണ്ട് ഫൈനൽ റിസൾട്ട് വിൽ ബി 0x14CC. നെക്സ്റ്റ് മൾട്ടിപ്ലൈ. ബൈറ്റ് ബൈ ബൈറ്റ് മൾട്ടിപ്ലിക്കേഷൻ രീതിയിൽ ഏതെങ്കിലും രണ്ട് രജിസ്റ്റർ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തി റിസൾട്ടിന്റെ ലോവർ ബൈറ്റ് R0 രജിസ്റ്ററിലും ഹയർ ബൈറ്റ് R1 രജിസ്റ്ററിലും സ്റ്റോർ ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് മൾ. Mul is a byte by byte multiply instruction. In byte by byte multiplication, the operand must be in registers. After multiplication, the higher byte of the result is placed in register 1 and lower byte is placed in R0. Format mul RD, RR. Multiply RD with RR and store the lower byte in R0 and higher byte in R1. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഓപ്പറൻസ് സ്റ്റോർ ചെയ്യുന്നതിന് R0 മുതൽ R31 വരെയുള്ള ഏത് രജിസ്റ്ററും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഫൈനൽ റിസൾട്ട് ലോവർ ബൈറ്റ് വരുന്നത് R0 രജിസ്റ്ററിലും ഹയർ ബൈറ്റ് R1 രജിസ്റ്ററിലുമായിരിക്കും. Example, code to multiply 0x65 by 0x25. ഇവിടെ 0x65 എന്ന x നമ്പറും 0x25 എന്ന x നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുന്നതിനുള്ള കോഡാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഓരോ നമ്പറും 0x65ഉം 0x25ഉം ഓരോ രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവ തമ്മിൽ മൾ ഓപ്പറേഷൻ നടത്തുന്നു. ഇതിലെ ആദ്യത്തെ ലൈൻ LDI R16,0x65 65 എന്ന x വാല്യൂ R16 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ലോഡ് 0x65 to R16. നെക്സ്റ്റ് ലൈൻ LDI R17,0x25. ഇവിടെ 0x25 എന്ന നമ്പർ R17 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ലോഡ് 0x25 to R17. അതിനുശേഷം ഈ രജിസ്റ്ററുകൾ തമ്മിൽ മൾ ഓപ്പറേഷന് വേണ്ടിയുള്ള മൾ R16, R17 എന്ന ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം 0x65 എന്ന നമ്പറും 0x25 എന്ന നമ്പറും മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു. അതിൻ്റെ റിസൾട്ടിൽ ലോവർ ബൈറ്റ് R0 രജിസ്റ്ററിലും ഹയർ ബൈറ്റ് R1 രജിസ്റ്ററിലും സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. On execution of this segment, the content of
R1, that is higher byte, is equal to 0 E5 and lower byte in R0 is equal to 99H. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.